എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ളവർക്ക് ധനസഹായം ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സംസ്ഥാനത്തെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അധികാരത്തിൽ വന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഊർജിതമായിട്ട് നടപ്പിലാക്കുകയാണ്. ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഈ പുതിയ സാമ്പത്തിക വർഷത്തിലും ഗുണഭോക്താക്കളിലേക്ക് ഒട്ടേറെ സൗജന്യ ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്നതാണ്. ഇത്തരം ആനുകൂല്യങ്ങളെ കുറിച്ച് അറിയുവാനും അവ ലഭിക്കുന്നതിനുമായിട്ട് പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും ചേരുന്ന ഗ്രാമസഭകളിലും നഗരസഭകളിൽ ചേരുന്ന വാർഡ് സഭകളിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീടുകളിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നിരവധി ധനസഹായ പദ്ധതികളും സേവനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തേത് പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പരിശോധിക്കുവാനുള്ള ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന വഴവും മധുരം എന്ന് പറയുന്ന പദ്ധതിയാണ്. കേരളത്തിലെ വൃദ്ധജനങ്ങളിൽ ഭൂരിഭാഗവും പ്രമേഹ രോഗികളായതിനാൽ തന്നെ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 60 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഹാജരാക്കേണ്ടതാണ്. അടുത്തത് പല്ലുകൾ കൊഴിഞ്ഞു പോയ നിർധനരായിട്ടുള്ള വയോജനങ്ങൾക്കായിട്ട് കൃത്രിമമായിട്ടുള്ള ദന്തനിരകൾ സൗജന്യമായിട്ട് വച്ച് നൽകുന്ന പദ്ധതിയായിട്ടുള്ള മന്ദഹാസം പദ്ധതിയാണ്. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് ഈ ഒരു ചികിത്സാ സഹായം ലഭിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ പരമാവധി 5000 രൂപ വരെയാണ് ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നത്. തെരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകൾ വഴിയോ ട്രീറ്റ്മെന്റ് സെന്ററുകൾ വഴിയോ ആണ് ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ നൽകുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയാണ് ഇതിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അർഹതയുള്ളവർ അപേക്ഷിക്കേണ്ടതാണ്. അടുത്തത് കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ട് പഞ്ചായത്തുകൾ വഴി സൗജന്യമായിട്ട് കണ്ണട നൽകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങളായിട്ട് ഇത് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് സർക്കാർ സൗജന്യമായിട്ട് ഊന്നുവടികൾ വിതരണം ചെയ്യുന്നുണ്ട്. അടുത്തത് വയോജനങ്ങൾക്കായിട്ട് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടിലുകൾ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയുണ്ട്. BPL വിഭാഗക്കാർക്ക് പുറമെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന APL വിഭാഗക്കാർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. മഴക്കാലം പ്രമാണിച്ച് വയോജനങ്ങൾക്കായിട്ട് കമ്പിളി പുതപ്പുകൾ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് APL BPL വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. വയോജനങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ ആശ്വാസമാണ് വാർദ്ധക്യകാല പെൻഷൻ. ഈ പദ്ധതിയിലേക്കും അപേക്ഷ വച്ച് ആനുകൂല്യം വാങ്ങാവുന്നതാണ്. നിലവിൽ 2000 രൂപയാണ് പ്രതിമാസം പെൻഷനായിട്ട് ലഭിക്കുന്നത്. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിലേക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വാർദ്ധക്യകാല പെൻഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. വരുമാന പരിധി ഉൾപ്പെടെ നിശ്ചിതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പദ്ധതിയിൽ ഉണ്ട്. അതിനാൽ തന്നെ അർഹതയുള്ളവർ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുവാൻ റേഷൻ കാർഡിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ആവശ്യമാണ്. അപേക്ഷകൾ അതത് പഞ്ചായത്തുകളിലോ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലോ ആണ് സമർപ്പിക്കേണ്ടത്. ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ലഭ്യമായിട്ടുള്ള പദ്ധതികളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ച ശേഷം അപേക്ഷ നൽകുന്നത് ഉചിതമായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം പേർക്ക് അർഹതയുണ്ട് എങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.